ഇതോ നിങ്ങളെ നാട്ടിൽ എന്താ പറയാ? ഇത് നമ്മുടെ നാട്ടിൽ തേങ്ങ എന്ന് പറയും. തേങ്ങ അന്റെ തല ഇത് കണ്ടിട്ട് തേങ്ങ ആ ബെസ്റ്റ്. എന്നാ തേങ്ങ വിളിക്കാം. പാച്ചു കൈ കൊണ്ട് തേങ്ങ വിളിക്കും. ഗൈസ്, ഫെറൂന്റെ നാട്ടിൽ ഇതിന് തേങ്ങ എന്ന് പറയും. നിങ്ങളെ നാട്ടിൽ ഇതിന് എന്ത് പറയും? അപ്പൊ ഫെറൂന്റെ നാട്ടിൽ തേങ്ങ നമുക്ക് വിളിക്കാൻ പോവാണ്. നമ്മൾ കൈ കൊണ്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. കൈ മുറിയോ? എന്തൊരു കറുപ്പ് ഇത് കുത്തൊക്കെ. അല്ലെങ്കിലും ആരാന്റെ സാധനം തിന്നാനേ നല്ല മധുരം. ഇത് കഴിച്ചോക്ക് ആള്. ഈ ഫെറൂനോട് കേട്ടെ അഡീഷണൽ സെക്ഷൻ. റിസാൻ പൊളിച്ചോണ്ട് പറയുന്നല്ല, സാനിറ്റൈസ്. അപ്പൊ ഗൈസ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മളെ ഒന്ന് മാറിപ്പോയതാട്ടോ. ഇത് തേങ്ങയല്ല സംഭവം, മാതള നാരങ്ങ. ഞാൻ പുറന്തോട് കണ്ടപ്പോ ബേസിത് തേങ്ങയാണ്. തെറ്റുകളൊക്കെ ആർക്കും പറ്റുമല്ലോ. തെറ്റ് പറ്റി അത് തിരുത്തുകയും ചെയ്തു. ഓക്കെ, അപ്പൊ അടുത്ത് വന്നു. അപ്പം എങ്ങനെയുണ്ട് പറയൂ. അമ്മ നീലക്കൂല എല്ലാം ക്യാപ്ചർ ചെയ്യും. പറയാ അങ്ങനൊന്നുമില്ല. പറയൂ എങ്ങനെയുണ്ട്? നല്ല മധുരം. അതായത് ഇല്ലേ, പടച്ചോൻ പേർ തന്നെ സംഭവം മുത്തുണികളെ നോക്കിയതാ. ഈ തോടിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കി. ഈ സാധനത്തിന് എന്ത് മധുരം എന്നറിയോ? ഇത് എങ്ങനെ നമ്മളിപ്പോ ഒരു ചായയിലാണെങ്കിലും കോഫിയിലാണെങ്കിലും പാലിലാണെങ്കിലും എന്ത് ഷുഗർ ഇട്ടതിന് ശേഷം മധുരം ഉണ്ടാകുന്നേ. പക്ഷെ പടച്ചോൻ എന്താക്കുന്നത്, തോടിൻ്റെ ഉള്ളിൽ തന്നെ മധുരം ഉണ്ടാക്കി വെക്കുക. പടച്ചോന്റെ ഓരോരോ തമാശകള് എന്തപ്പോ ചെയ്യാ. അതിന്റെ ബാക്കി നോക്കി എത്ര കാലം തോല് ചേത്ര പണ്ട് മിതുക്ക് മെസ്സേജ് അയച്ചിട്ട് കണ്ടന്റ് ഉണ്ടോ ഒന്ന് അയച്ചുതരോ? അതിന്റെ കുഞ്ഞനുണ്ട്, വേറെ കുഞ്ഞനുണ്ട് ഇവിടെ ഒക്കെ സെറ്റാ. ഇപ്പൊ എങ്ങനെയാണ് എന്തെന്നറിയോ, നമ്മൾ അവന്റെ വാക്കുകൾ കേട്ടാൽ അത് കണ്ടന്റ് ആയിക്കോളും. എല്ലാവർക്കും എന്നെ മതി. എനിക്ക് നല്ല രീതിയിൽ പ്രൗഡ് ഉണ്ട്. കാരണം കഴിഞ്ഞ 2025 ജനുവരി 8 24 ഡിസംബർ 8 നമ്മൾ പരിചയപ്പെടുന്നത്. എനിക്ക് ഏകദേശം ഒരു 1000 ഫോളോവേഴ്സ് ഉള്ളു. ഇപ്പൊ പഠിച്ചവരുടെ തോപ്പിക്കൊണ്ട് എന്തായി 200 ആവാറായി. ആയിട്ടില്ല, അപ്ലോഡ് ആകുമ്പോഴത്തിന് ഞാൻ പറഞ്ഞ 200 ആയി. ആയി മാഷാഅല്ലാഹ് അൽഹംദുലില്ലാ ഖൈറ്. തന്നെ ഇതെന്ത് ടേസ്റ്റാന്ന് അറിയാം. നോക്കിയാ ആരും കൊതി വെക്കല്ലേ, ബാറ്റ് നോക്കളോ. അജാതി സാധനം. വീഡിയോ കണ്ടിട്ട് വരുന്ന ആൾക്കാരെ ഇഷ്ടപ്പെട്ടെങ്കിൽ അത്യാവശ്യം കമൻസ് ഒക്കെ ഇതിൽ ഇട്ടോളി, കാര്യങ്ങളൊക്കെ ചോദിച്ചോളി. അതേപോലെ തന്നെ നമ്മളെ ഫർവാനി സിംഗിൾ ആണ്, റെഡി ടു മിംഗിൾ ആണ്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് പക്ഷെ ഓനെ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിസൂസ് ലൈഫ് സ്റ്റൈൽ പറഞ്ഞ ഇൻസ്റ്റാ അക്കൗണ്ട് കണക്ട് ചെയ്തതിന് ശേഷം അതിന് കല്യാണാചനാകുമ്പോ ബ്രോക്കർ വേണ്ട സൈഡില്. അപ്പൊ ആദ്യം എന്നെ കോണ്ടാക്ട് ചെയ്യുക. അത് ഓക്കെ, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എനിക്കൊരു ഓക്കെ തോന്നിയതിനു ശേഷം ഞാൻ ഓനെ കണക്ട് ചെയ്യും. അത് കാരണവന്മാരാകുമ്പോ അങ്ങനെ അല്ല. എനിക്ക് അതല്ലടാ, ഓന്റെ കാരണവരാകുമ്പോ സ്വാഭാവികമായിട്ടും എനിക്ക് അയച്ചതിന് ശേഷം ഞാനത് സെലക്ട് ചെയ്തതിനു ശേഷം ഓനോട് പറഞ്ഞാൽ മതിയല്ലോ. കാരണം നിരന്തരം ആയിരങ്ങളും മേലെ മെസ്സേജ് വരുന്ന ആളാണ്. മെസ്സേജ് നിങ്ങൾ ചിലപ്പോൾ കണ്ടോണം കേട്ടോണം എന്ന് വരില്ല, പക്ഷെ മാക്സിമം അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഇത്രയും തിരക്കുണ്ടായിട്ടും ഒരാളെ പോലും വിടാതെ കഴിയാനായി ഗൈസ്. അപ്രതീക്ഷമായി കിട്ടിയ മാന്തോളി നാരങ്ങാണെങ്കിലും പക്ഷെ നല്ല ടേസ്റ്റ്. പറമ്പത്തായതുകൊണ്ട് ഈ മാന്തോളി നാരങ്ങ രാവിലെ എണീറ്റിട്ട് ഇതാട്ടോ ഫസ്റ്റ് കഴിക്കണേ. ലൂസ് മോഷൻ കുടിച്ചാൽ ഞാൻ ഉത്തരവാദിയാവില്ല. പടച്ചോന്റെ സാധനം തോന്നിട്ട്
യെസ് ബാക്കി പറ. ലൂസ് മോഷൻ വരുന്നതാണ് ബെറ്റ് നോക്കാം. പക്ഷെ ഞാൻ വേറെ കാര്യം പറയട്ടെ, ചെക്കന്മാരിവിടെ ആക്ട് വന്നിട്ട് ആദില്, മമ്മു, ആരോമല് ഇപ്പോൾ ബെസ്റ്റ് ആക്ടർ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ അന്ന് കണ്ടിട്ട് ഇന്ന് കണ്ടതിന് ശേഷം ഞാൻ കഴിഞ്ഞ ദിവസം പടത്തിൻ്റെ ലാസ്റ്റ് എൻഡിങ്ങിൽ ക്ലൈമാക്സിങ്ങിൽ കണ്ടുകൊണ്ടിരുന്നത് എനിക്ക് ഒരു വിഷമമുള്ള സീനാണ്. എനിക്കത് എൻ്റെ സ്പോട്ടിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കത് ചെയ്യുമ്പോൾ എൻ്റെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ഇപ്പോൾ എനിക്കും നമുക്കൊരു വിഷമം വരില്ലേ, മേത്തൂടെ എന്തൊരു സാധനം കയറിപ്പോയി, ആ ഒരു സാധനം കിട്ടി. അപ്പൊ ഞാൻ മനസ്സിലാക്കി അന്ന് വന്ന ആള് ഡേ 1-ലുള്ള പിന്നെ വേറൊരു വിഷയം അറിയോ, ട്രിപ്പ് പോകാനുള്ള ഉദ്ദേശിക്കുന്നവർ പെട്ടെന്ന് പോയിക്കോളി. ഇലക്ഷൻ കഴിഞ്ഞിട്ട് എന്താവില്ല, ഹോട്ടലൊന്നും തുറന്നു പ്രവർത്തിക്കൂല, പിന്നെ വീട്ടിൽ നിന്ന് തന്നെ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ച് പോകേണ്ടി വരും. അതിനൊരു വൈബില്ല. അപ്പം അതായത് ഗ്യാസിന് പൈസ കൂടി, ഇപ്പം 5000 രൂപ എന്ന് പറഞ്ഞ ഗ്യാസിന്. ഹോട്ടലുകളൊക്കെ എന്തായി, ഡിസ്പോസിബിൾ വെയിറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി, ചൂടുവെള്ളം ഇല്ലാത്തതുകൊണ്ട്, കഴുകാൻ ചൂടുവെള്ളം ഇല്ലാത്തതുകൊണ്ട്. സോ ട്രിപ്പൊക്കെ ട്രിപ്പൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവർ പെട്ടെന്ന് പോയിക്കോളി. അതേപോലെ അത്യാവശ്യം സ്ഥാനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യുക. എപ്പോഴാണ് എന്താണ് സ്റ്റോപ്പ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്നലെ നമ്മൾ എക്സ്പീരിയൻസ്, നമ്മളൊരു ഹോട്ടലിൽ 3 മണിക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ നൈറ്റിൽ പോയ സമയത്ത് അവിടെ ഒരാഴ്ച കൊണ്ട് കട അടച്ച് പൂട്ടിയിട്ടാണെന്ന് അവർ പറഞ്ഞു. കാരണം അവരും ബുദ്ധിമുട്ടിലാണ്, ഗ്യാസ് കിട്ടാനില്ല. അവിടെ കിട്ടുന്ന ഗ്യാസിന് 5000-6000 രൂപ വെച്ച് കൊടുക്കണം. പിന്നെ ഗ്യാസായി കിട്ടുക, ആ പൈസ കൊടുത്താലും ഗ്യാസ് കിട്ടാനില്ല. അപ്പോൾ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് മിക്കവാറും ഇതൊക്കെ ക്ലോസ് ചെയ്യാനാണ് ചാൻസ്. മിക്ക ഹോട്ടലുകളും പൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്താ ചെയ്യാം, കാര്യങ്ങളൊക്കെ നല്ലപോലെ റെഡി ആവട്ടെ. കാലാവസ്ഥ അങ്ങനെ ആയിപ്പോയി, കാലത്തിന്റെ ഓരോരോ പോക്ക്. അല്ലാതെ ഇപ്പൊ ചെയ്യാം, കുറച്ച് മനുഷ്യന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെടി വെക്കാനും ബോംബ് വെക്കാനും താല്പര്യം. അപ്പം ഈ ലോകത്ത് ഒരു യുദ്ധവും സമാധാനം ബാക്കി വെച്ചിട്ടില്ല. ബാക്കി വെച്ചത് ഉമ്മയില്ലാത്ത കുറേ കുട്ടികളും വീടില്ലാത്ത കുറേ പാവങ്ങളും പട്ടിണി കടന്നു വെച്ച കുറേ മനുഷ്യന്മാരെ ശവങ്ങളൊക്കെയാണ്. അതായത് ലെഞ്ചില്ലേ മാതള നാരങ്ങ തിന്നതിന് ശേഷം എന്താക്കണം അറിയാം, ഇങ്ങനെ കൈ കേൾക്കണം. ഓക്കെ, അല്ലെ കൈക്ക് ഉറുമ്പടിക്കും. എല്ലാം അങ്ങനെ കഴിച്ച് നമ്മളെന്താക്കാണ്, പ്രഭാത ഭക്ഷണം കഴിക്കാൻ പോവാണ്. രാവിലെ എണീച്ച് ഒന്നും കഴിച്ചിട്ടില്ല, കഴിച്ചത് ആ മാതള നാരങ്ങ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. നമുക്ക് എന്താക്കാം, ഭക്ഷണം കഴിക്കാൻ പോവാം. ഭക്ഷണം കഴിക്കാൻ മുന്നേ നമുക്ക് ഈ കാറ് കൊടുത്തിട്ട് ഒരു സ്കൂട്ടി മേടിക്കാം. കറി കൊടുത്ത് ബൈക്ക് വാങ്ങാം. ഒറ്റ മൈൻഡ് അങ്ങ് പോകാൻ തന്നെ. ഇപ്പോൾ ഒരു ആ സംഭവം കണ്ട, അങ്ങ് കണ്ട സാധനം എന്താ അത്, അതൊക്കെ ഇന്നലെ കൊച്ചളാപ്പ് അങ്ങ് കൊണ്ടിട്ടതാ. അതുണ്ട്, അങ്ങനത്തെ 3 ജീവിതം ആസ്വദിക്കാനുണ്ട്. ഇങ്ങനെ ആസ്വദിച്ചത് ആ വണ്ടി ഇങ്ങനെ വാങ്ങിയിടന്നെ. ഓന്റെ കൊച്ചളാപ്പ തിരിച്ചാ, ഓന്റെ കൊച്ചളാപ്പ ഞാനാട്ടോ. നമ്മള് റിച്ച് എന്തിപ്പോ ചെയ്യാ. അങ്ങനെ നമ്മൾ വളാഞ്ചേരിയുടെ തെരുവീതികളുടെ ഫുഡ് അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ നമ്മൾ ആദ്യം കാണുന്ന, നമ്മൾ ആദ്യം കാണുന്നത് നവംബർ 9-ാം തീയതി. 9-8 അല്ല, നവംബർ 8, 2025 നവംബർ 8. ഞാൻ വലിയ ബ്ലോഗറാ, വലിയ വളാഞ്ചേരി കിടകിട വിറപ്പിക്കുന്ന ബ്ലോഗറല്ലേ. ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടുവച്ചിട്ടുള്ള ആൾക്കാരാണ്. എന്നോട് പാച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, വളാഞ്ചേരിയിൽ ഒരാളുണ്ട്. ഞാൻ ഇങ്ങനെ എടുത്ത് യൂട്യൂബ് നോക്കുമ്പോൾ എൻ്റെ അമ്മച്ചി എന്ത് വലിയ ആള്, അങ്ങോട്ട് വന്ന് മീറ്റ് ചെയ്ത് ഞാൻ വിചാരിച്ചത് എന്താണ് ജാടയുടെ പീക്ക് ലെവലായിരിക്കും എന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ ഒന്നും ഇല്ല കേട്ടോ, ജാട എന്നുള്ള സംഭവം തന്നെ അറിയില്ല. ആ ഒരു സാധനം മൂപ്പരാളുടെ ഡിക്ഷണറിയിലേ ഇല്ല. എന്താ ചെയ്യാം. അപ്പോൾ തീരെ നമ്മളെ മൈൻഡ് സെറ്റിലുള്ള ആൾ തന്നെയാണ്. പിന്നെയും എനിക്കതൊന്ന് കുറച്ച് ജാട കൂടുതൽ അങ്ങനത്തെ. അന്ന് ഉള്ള എത്ര തവണ പിന്നെ നമ്മളിവിടെ കാണാൻ കൂടി. അന്ന് ഇതായിട്ട് ഇപ്പൊ 3-ാമത്തെ തവണ വരുന്നത്. അതിനുശേഷം ഡിസംബറിൽ വന്ന് വന്ന് ഒരു വീക്കിൽ നിൽക്കും, 1 വീക്ക് നിൽക്കും, അടിച്ച് ചില്ല് ചെയ്ത് വൈബ് ചെയ്ത് പോവും. വൈബ് ചെയ്ത പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കുക തന്നെ. അതിനുശേഷം നമ്മളെന്തായി ഇലയിൽ പോയി, എന്താണ് അനാഥരായ കുറേ ആൾക്കാർക്ക് അത്താണിയായി മാറുന്ന ഇല എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ ഉണ്ടല്ലോ നമ്മളെ നജീബ് എന്നൊക്കെ നടത്തുന്നത്. ആടെ പോയി വല്ലാത്ത ജീവിതത്തിൽ നമ്മൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട മലയാളികളാണെങ്കിൽ നിങ്ങൾ എന്തായാലും അവിടെ പോകണം. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയാ വർത്താനങ്ങളൊക്കെ? ഫുഡ് കഴിച്ചോ? എന്താണ് ഫുഡ്? വളാഞ്ചേരി എന്ന് വെച്ചിട്ടുണ്ട്, റോഡിലൂടെ വണ്ടി പോകുന്നുണ്ട്, ആകാശത്തൂടെ വിമാനം പോകുന്നുണ്ട്, പാളത്തിലൂടെ ട്രെയിൻ പോകുന്നുണ്ട്. നോർമലി നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന കാഴ്ചകളൊക്കെ ഇവിടെയും കാണുന്നുണ്ട്. ഇങ്ങനെ റോഡ് സൈഡിൽ ആംബുലൻസ് നിർത്തിയിട്ടുണ്ട്, കുറേ കാക്കന്മാർ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്, കുറേ ആൾക്കാർ ഫ്രൂട്ട്സ് കച്ചവടം നടത്തുന്നുണ്ട്, എന്തൊക്കെയോ ആക്കുന്നുണ്ട്. വണ്ടി സീറ്റ് ബെൽറ്റ് ഇട്ടിക്കില്ല കേട്ടോ, സീറ്റ് ബെൽറ്റ് ഇട്ടിക്കില്ല. എന്താ പ്രശ്നം എന്ന് അറിയാം, എയർ ബാഗ് ഒന്നുമില്ല, പിന്നെ തലയടിച്ച് മേറ്റോളും. അങ്ങനെ സീറ്റ് ബെൽറ്റ് ഇട്ടിന് കേട്ടോ. ഈ ഡ്രൈവ് ചെയ്യുന്ന എല്ലാ ആൾക്കാരോടും എനിക്ക് പറയാനുള്ള എന്താ അറിയോ, നിങ്ങൾ എന്ത് സ്പീഡിൽ പോവുക, എന്തെങ്കിലും എന്ത് കോപ്രായത്തിനും കാണും, ഈ സീറ്റ് ബെൽറ്റ് ഹെൽമെറ്റ് ഒന്നും ഇടാണ്ടൊന്നും ചെയ്യല്ല കേട്ടോ. കാരണം ഇല്ല, ഈ ആക്സിഡന്റ് എന്നുള്ള സാധനം അത് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്താൽ മനസ്സിലാവും എത്രത്തോളം പെയിൻഫുള്ളായ സാധനം അത്.
നമുക്ക് മാത്രമല്ലടാ എഫക്ട് ചെയ്യാം, നമ്മുടെ പാരൻസിന്, നമ്മുടെ ഫാമിലീസിന്, സിബ്ലിങ്സിന് എല്ലാവർക്കും. ഞാനൊക്കെ ഇപ്പോൾ ലൈഫിൽ ഒരിക്കൽ ആക്സിഡൻ്റ് ആയതാണ്. അത് എനിക്ക് എന്തായത്, എനിക്ക് എൻ്റെ ബോഡിക്ക് മാത്രമേ ഇതാക്കിയുള്ളൂ, പക്ഷെ എൻ്റെ പാരൻസിനെ മെൻ്റലി ഒരു ട്രോമ കൊടുത്തു, എൻ്റെ സിബ്ലിങ്സിനാവട്ടെ ബ്രദറിനാവട്ടെ. സോ ഡ്രൈവ് ചെയ്യുമ്പോൾ എല്ലാവർക്കും എന്താണ്, എല്ലാ ആൾക്കാരും എന്താണെന്ന് ഈ പറയാ, എന്താ പറയടാ, സേഫായിട്ട് ഓടിക്കുക. ആ ഹെൽമെറ്റ് ഇടാം. ബൈക്ക് ഓടിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായാലും ഹെൽമെറ്റ് ഇടാം. വെറുതെ മുടി അങ്ങനെയോ ഇങ്ങനെയാവുന്നതുകൊണ്ട് ഹെൽമെറ്റ് ഇടാൻ നിൽക്കണ്ടേ. പിന്നെ തലയുണ്ടാവില്ല, മുടിയുള്ള തലയുണ്ടാവില്ല. ഓക്കെ, സീറ്റ് ബെൽറ്റ് ഇടാം. എവിടെയും പോയി കുത്തിക്കണ്ടേ തല പോയി നേരെ ഡബിൾ അടിക്കും. ഇവിടെ ഇടിച്ച് മരിക്കുന്നതിനേക്കാളും ബെറ്റർ ഇത് ഈ ഒരു ബെൽറ്റ് അങ്ങോട്ട് ഇടുന്നല്ലേ. എന്തപ്പോൾ ചെയ്യാം. ഇനി നമുക്ക് റിസുവിനോട് ഫർവാനി തുളസിനെ കുറിച്ച് എന്താ അഭിപ്രായം ചോദിക്കാം. റിസു, ഫർവാനി തുളസിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ലത് പറയണോ ചീത്തത് പറയണോ? എന്തേലും പറ, തെറി പറയാണ്ട് എന്താ മതി. മോശമായിട്ട് ചീത്തമായിട്ടൊന്നും പറയാൻ കാര്യത്തിൽ എൻ്റെ ഒരു ഇതിലില്ല. പക്ഷെ നല്ലതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് കുറഞ്ഞു പോകും. അപ്പോൾ ഞാൻ എന്ത് പറയാം, അപ്പം ചെയ്യാൻ മഹാനാണ്. അല്ല, എനിക്ക് കുറഞ്ഞ സമയം കൊണ്ട് നല്ലൊരു സുഹൃത്തിനെ കിട്ടി. പിന്നെ ഞാനും തിരിച്ച് അങ്ങനെയാണെന്ന് കരുതണം. അങ്ങനെ തന്നെയല്ലേ? വാക്കുകൾ വരുന്നില്ല. അത്രേ ഒരാള് ഡിക്ഷണറിയിൽ എന്നെ കുറിച്ച് പുകഴ്ത്താൻ പറ്റുന്ന വാക്കുകളില്ല. ഇല്ല, പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറഞ്ഞു പോകും. അപ്പോൾ അതിന്റെ മേൽക്ക് വേറെന്താ വെക്കാണ്ട് എനിക്കറിയില്ല. അതുകൊണ്ട് ഈ APJ അബ്ദുൽ കലാമിനൊക്കെ പോലെ ചരിത്രത്തിൽ ഇടം പിടിച്ചൊരു മനുഷ്യനാണ് പോലും ഞാൻ. റിസു പറയാതെ പറഞ്ഞു പോകുന്ന ചില വാക്കുകളാണ് അതൊക്കെ. എന്തിപ്പോ ചെയ്യാ. അടുത്തെന്താ നമുക്ക് ഓഡിയൻസിന് കൊടുക്കാൻ പറ്റിയൊരു ചോദ്യം. ആ എന്താ ചോദിക്കാം. ഇത് നമ്മള് ജീവിതത്തില് 24 hours അല്ല, ജീവിതത്തിൽ എല്ലാ സമയത്തും സന്തോഷിച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റുമോ? അതാ റിസു പറയുന്നത് കേട്ടോ. സന്തോഷം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, എല്ലാ ഐറ്റം കൂടി ചേർന്നാണ് ജീവിതം. പക്ഷേ ഇതിൽ സന്തോഷം എന്ന സാധനം നമ്മൾ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ. അത് മാക്സിമം ഉണ്ടാക്കിയെടുക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ, വിഷമവും കാര്യങ്ങൾ വരുമ്പോൾ അതുകൊണ്ട് ഒഴിവാക്കുക. അവയുടെ ആ കാര്യങ്ങൾ സോൾവ് ആക്കാൻ നോക്കുക. അത് കഴിഞ്ഞുടനെ സന്തോഷിക്കാൻ നോക്കുക. കാരണം കുറഞ്ഞ ലൈഫുള്ളൂ. അത് മാക്സിമം എൻജോയ് ചെയ്യുക, സന്തോഷമായിട്ട് ജീവിക്കുക, സമാധാനത്തോടെ കഴിയുക. എനിക്കതോടെ ഈ പറഞ്ഞ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ടാണ്. അതിൽ സന്തോഷം മാത്രം കണ്ട് ഒരാളും ജീവിച്ചു പോകുന്നില്ല. അതിൽ സങ്കടം ഉണ്ടാവും, അതിൽ കയറ്റേണ്ട ഒരു ഇറക്കുണ്ട് പറഞ്ഞ പോലെ എല്ലാത്തിനും അതിൻ്റെതായ സമയവും കാര്യങ്ങളുണ്ട്. മാക്സിമം എല്ലാവരും എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. അതായത് റിസു പറയുന്നത് വെച്ചിട്ടുണ്ട്, ഒരു കറിയാവുമ്പോൾ എന്താവും, ഉപ്പുണ്ടാവും, പുളിയുണ്ടാവും, എരിവുണ്ടാവും. ഓക്കെ, അതുപോലെ ജീവിതത്തിൽ സങ്കടവും സന്തോഷമൊക്കെ ഉണ്ടാവും. അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാം. പിന്നെ ലൈഫിൽ എല്ലാ സമയത്തും സന്തോഷം മാത്രം കിട്ടുമെന്നില്ല. ഇത് ഇവിടെ നിർത്തിയത് നമുക്ക് വൈകുന്നേരം വരാം കേട്ടോ. ഇവിടെ നിർത്തിക്കില്ലേ, വൈകുന്നേരം വരാം. ഓക്കെ, അപ്പം എന്താക്കാം, ലൈഫിൽ എല്ലാ സമയത്തും സന്തോഷം മാത്രമൊന്നും ഉണ്ടാവില്ല. ചെറിയ ചെറിയ സങ്കടങ്ങൾ വരുമ്പോൾ അതിനെയും ഹാപ്പി ആയിട്ട് എടുക്കാൻ നോക്കാം. ഇപ്പം നമ്മൾ ഒരു ആക്സിഡന്റ് ആവാണ് നിൽക്കുക, നമ്മൾ ബൈക്കുമെന്ന് വീണ് കൈ പൊട്ടിക്കുന്നുണ്ട്, അയ്യോ കൈ പൊട്ടിയല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നതിനേക്കാളും ബെറ്റർ ജീവൻ പോയിട്ടില്ലല്ലോ എന്ന് ചോദിച്ച് സന്തോഷിച്ചോടെ. എങ്ങനെയുണ്ട് ഒരു കാര്യം കൂടെ ഇപ്പോഴത്തെ ജനറേഷനും കൂടി എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നമ്മൾ ഈ വ്ളോഗ് കണ്ടിട്ടോ അല്ലെങ്കിൽ റീല് കണ്ടിട്ടോ ആരും ആരെയും വിലയിരുത്തരുത്. ഈ കാണുന്ന ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ എല്ലാവരും ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് ഈ അപ്ലോഡ് ചെയ്യണുള്ളൂ. ആരും സങ്കടവും കാര്യങ്ങളും കൂടുതലായിട്ട് ആരും അപ്ലോഡും കാര്യങ്ങളും ചെയ്യാറില്ല. വല്ലപ്പോഴും കുറച്ച് പേരൊക്കെ ഉണ്ട്. എന്നാലും മാക്സിമം ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് എല്ലാവരും പോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യലുള്ളൂ. അപ്പോൾ അത് കണ്ടിട്ട് ഇതാണ് ജീവിതം എന്ന് കരുതിക്കാണ്ട് ഇങ്ങനെ നടക്കാവൂ, ഇങ്ങനെ ജീവിക്കാവൂ, ഇവർക്ക് അങ്ങനെ ഉണ്ട്, എനിക്ക് ഇങ്ങനെ ഇല്ല എന്നുള്ള ധാരണ വെക്കരുത്. എല്ലാവർക്കും സങ്കടവും വിഷമവും സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വളർന്നു വരുന്ന ആൾക്കാർ അത് കണ്ട് മനസ്സിലാക്കി ഇതാക്കുക. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ അത്യാവശ്യം റീച്ചുള്ള സമയമാണ്. കയറിക്കൊണ്ട് ഇപ്പോൾ ഇൻസ്റ്റ ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ ഒക്കെ അത്യാവശ്യം കുട്ടികളടക്കം നല്ലോണം വാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓലെ മനസ്സിൽ കയറി പറ്റിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ ലൈഫൊക്കെ ഇങ്ങനെയാണ്, എൻ്റെ ലൈഫൊക്കെ ഇങ്ങനെയാണ്, അങ്ങനെ ചിന്തിക്കുന്ന കുറേ പേരുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അവർക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് അവർ പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളൂ നമ്മളെ പോലെ. അതുകൊണ്ട് ആരും ലൈഫിനെ പറ്റി എനിക്ക് ഈ കൂടുതൽ സന്തോഷം വേണം, വിഷമം തീരെ പാടില്ല, ഈ വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ സന്തോഷത്തിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം വിഷമം എന്താണെന്നും സന്തോഷം എന്താണെന്നും തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ വിഷമിച്ചിട്ട് വിഷമങ്ങൾ മാക്സിമം അടിയിൽ നിന്ന് പഠിക്കാൻ നോക്കുക, ഏറ്റവും അടിയിൽ നിന്നല്ലേ വരിക. അതേപോലെ തന്നെ സന്തോഷങ്ങളാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞ സമയം
വലിയ ഫാനാണ് ഇത്ര ഫാൻ. അതുകൊണ്ടാണ് തോന്നുന്നു നോമ്പ് വരുമ്പോ തന്നെ എല്ലാം കാറ്റ് കിട്ടി കാറ്റ്. ഇതാ എന്റെ വലിയ ഫാനാണ് ഇത്. ഫാൻ പുളകിത. അതായത് ഇല്ല റിജു ഇത്രയായിട്ട് പറഞ്ഞെന്താ അറിയോ, റിയൽ നോട്ട് റിയൽ. ഓക്കെ, എല്ലാ ആൾക്കാരും എന്താണ് കണ്ണടിച്ച് വിശ്വസിക്കരുത്. ഡോൺ ട്രസ്റ്റ് എനിവൺ ബ്ലൈൻഡ്ലി. ഓക്കെ നമ്മളെ ഫാൻ അത് പറന്നു പോകുന്നുണ്ട് മുമ്പിൽ. നമുക്ക് ഫാനാന്ന് പറഞ്ഞ് നിർത്തുന്നത് സെൽഫി എടുക്കാണ്ട് നമുക്ക് മുമ്പിൽ പോകാൻ നോക്കുന്നത് പടുവാ അടുക്കറ. എന്റെ ഫാനാണ് ഇങ്ങനെ പറന്ന് പോണത്. ഫാനിന്റെ ബാക്ക് വിഷ്വലാണ് ഇപ്പൊ നമുക്ക് കാണിച്ചത്. അപ്പൊ നമുക്ക് എന്താക്കാം, ഹോട്ടലിലെത്തിയിട്ട് ഫുഡ് കഴിക്കണ വിഷ്വൽ കാണിക്കാം. അതിന് മുമ്പ് എന്താക്കണം, കാർ കൊടുത്തിട്ട് ഒരു ബൈക്ക് വാങ്ങണം. എല്ലാരും ബൈക്ക് കൊടുത്ത് കാർ വാങ്ങുമ്പോൾ നമ്മൾ കാർ കൊടുത്ത് ബൈക്ക് വാങ്ങുന്നു. ഓക്കെ, അപ്പൊ നമ്മള് കാറ് കൊണ്ടുപോകുന്ന സ്ഥലത്തിട്ടുണ്ട്. നമ്മള് കൂട്ടാൻ വിട്ടു കേട്ടോ. കാർ കൊടുക്കുക, ബൈക്ക് എടുക്കുക. നമ്മള് വണ്ടിന്റെ ചാവി ഒരിടത്താണ് ഇമ്മുണ്ടോക്കാം ഇവിടെ. അപ്പൊ എന്താക്കാം, നമ്മളെന്തായി ത്രിടേഷ് കുമാറായി, അതായത് 3G എന്ന് വേണം പറയാൻ. അപ്പോൾ നമ്മളെ എന്താണ് കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫാനായ ഫർവാനി ടൂറിസ്റ്റിൻ്റെ ഫാനായ ഫാസിൽ വളാഞ്ചേരി ഉണ്ട് നമ്മളെ കൂടെ. ഫാസിൽ വളാഞ്ചേരി, എന്താണ് നിങ്ങളെ വണ്ടി ഓടിച്ചതിൻ്റെ എക്സ്പീരിയൻസ് പറയാനുള്ളത്? പറയൂ, എക്സ്പീരിയൻസ് പറയൂ. എക്സ്പീരിയൻസ് പറയൂ. അപ്പം കേരളത്തിൽ വലിയ ചൂടാണ്, ഇപ്പം വലിയ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷനിൽ ആര് ജയിച്ചാലും അതിന് പ്രതിനിധി കാണണം. എന്താ എവിടെ നോക്കിയാലും ചൂടില്ലേ? എങ്ങനെയുണ്ടായിരുന്നു ബൈക്ക് ഡ്രൈവ്? ചൂട്. പക്ഷെ ഞാൻ കണ്ട കാര്യം എന്താ വെച്ചാ, പോകുന്ന എല്ലാ കടകളിലും പാളിയൊക്കെ ഉണ്ടല്ലോ. കുട്ടികള് കണ്ടിട്ട് സജിനാഥിന്റെ വീട്ടിൽ വ്ളോഗർ വന്നിക്കണത്, 2 വ്ളോഗർമാരെ. അമ്മ അങ്ങനെയൊന്നുമില്ലപ്പാ. വിനയൻ കുമാർ അല്ലേ, വിനയൻ കുമാർ. ഓവർ വിനയം കാണിച്ച ആൾക്കാരെ പ്രശംസിച്ചെടുക്കുക. അപ്പോൾ ഗൈസ്, പാച്ചുവിന് പറയേണ്ടത് ഇലക്ഷനിൽ ആര് ജയിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിലെ ചൂടിനുള്ള ഒരു പ്രതിവിധി കാണണമെന്നാണ്. കാരണം സൂര്യൻ ഇങ്ങനെ പെട്ടെന്ന് അടിക്കുമ്പോൾ വല്ലാതെ ചൂട് ഇതാകുന്നതുകൊണ്ട് തന്നെ കേരളത്തിൽ എല്ലായിടത്തും ടെന്റ് കെട്ടണം എന്നാണ് പറയണത്. അതായത് 6 വരി പാതയിൽ മുഴുവനായിട്ടും ഷീറ്റ് ഇടണം. പാച്ചുവിൻ്റെ ഒരു ചെറിയൊരു ആഗ്രഹം, UDF സർക്കാരാണെങ്കിലും LDF സർക്കാരാണെങ്കിലും ഇതങ്ങോട്ട് ആകെ പറയാനുള്ളത് മിനി മിലിറ്ററിലടക്കം അത് എന്തായാലും നമുക്ക് സെറ്റാക്കാം. മെയ് കഴിയട്ടെ നമുക്ക് എന്താക്കാം. അപ്പുറം കുറച്ച് കുട്ടിയുണ്ട്. ബാച്ചുബാ കുട്ടിയോട് സംസാരിച്ചാൽ അടുക്ക് പോലെ സ്കൂളില്ല. പിന്നെ എന്തേലും ചോദിക്കണ്ടേ ആദ്യം, എന്താണ് കുട്ടികളെ പേര്? ഇങ്ങോട്ട് വാ. എന്താ കുട്ടീൻ്റെ പേര്? ആയിഷ. നിന്റെതോ? നൂറ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4ലാ? രണ്ടാളും മദ്രസയിലോ? 4 തന്നെയാ? ഔ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ക്യൂട്ട് കുട്ടികൾ. എന്താ പറയാനുള്ള? എന്തേലും പറഞ്ഞോളൂ. ഒന്നും പറയാനില്ലേ? ഗൈസ്, കുട്ടികൾ നമ്മളെ കണ്ടിട്ടുണ്ടല്ലോ, യൂട്യൂബിൽ കണ്ടിട്ടുണ്ടെന്ന്. യൂട്യൂബിൽ കണ്ടത്? മാഷല്ലാ. ഒന്നും കൂടി കഴിയണേ. ഉസാർ. ഫുഡൊക്കെ കഴിച്ചാ? ആയിഷ നൂറ. ഭക്ഷണം കഴിച്ചില്ലേ? നോമ്പാ? പോട്ടെ, ടാറ്റാ. അപ്പം അവിടെ വേറൊരു കുട്ടീനെ നമ്മൾ പൊക്കാൻ പോകുന്നുണ്ട്. അത് വേറെ സ്മോൾ ഫാൻ. കുട്ടിയും ഒരു തള്ളയും തന്തയും. ഇതാ കുട്ടി. ഒരു കൈ കാണി. നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. ഇതാ നമ്മൾ പോകാനുള്ള പരിപാടിയിലാണ്. പടക്കുതിര ഗേൾസ്. ഗൈസ്, നാളെ ഞങ്ങൾക്ക് വിളിച്ചാതെ പാച്ചിന് കല്യാണുണ്ട്, അപ്പം ഞങ്ങൾക്കും കല്യാണമുണ്ട്. മറ്റേ ഇതിന്റെ സിനിമയിലുണ്ടല്ലോ എന്താണ് ഇവന്റെ ധർമ്മജം കൊണ്ടല്ലോ, എനിക്കൊരു കല്യാണം ഉണ്ട് പറഞ്ഞിട്ട്. എടാ, ഇതില് മൈക്കന്റെ ഏതാ ഇരുത്തം? എന്താ ചെയ്യാ? നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. നമ്മൾ വളാഞ്ചേരി ഹോട്ടൽ അബൂല് വന്നിട്ടുണ്ട്. ഭക്ഷണം പറഞ്ഞിട്ടുണ്ട്, പിന്നെ ദോശ പൊറോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഏകദേശം
ലൈവ് എൻഡിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ഇതിൻ്റെ പാട്ട് വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതോട് കൂടിയിട്ട് നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇതിൽ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പുതിയ വരുന്ന ആൾക്കാർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ്സ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ വിവരങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. പുതിയ അപ്ഡേഷൻ കാര്യങ്ങൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ വിവരങ്ങൾ അറിയിക്കുക. ചെറുകിൻ്റെ പൊറോട്ട തിന്നുണ്ട്, നല്ല ചൂട് പൊറോട്ട, നല്ല മീൻ കറി, ഞങ്ങൾ നല്ല ചൂട് ദോശ പറഞ്ഞിട്ടുണ്ട്. ആൾ ഭയങ്കര കുട്ടീനോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടാൽ നല്ല അഭിപ്രായം കമൻസ് ഇടുക. ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡിങ് ആണ്. നാളെ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ബൈ. അസ്സലാമു അലൈക്കും.